ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രൽ കർവ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡിൽ ഒരു കർവ്, ഒരു പാരാമീറ്ററൈസ് കർവ് ആ വെക്റ്റർ ഫീൽഡിൻ്റെ ഇൻ്റഗ്രൽ കർവ് ആവണമെങ്കിൽ വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ആ പാരാമീറ്ററൈസ് കർവിൻ്റെ വെലോസിറ്റി, അതായത് ആൽഫ ടി എന്നുള്ളൊരു കർവ് ഉണ്ടെങ്കിൽ ഫോർ എനി ടി ബിലോങ് ടു ഐ ആൽഫ ഡോട്ട് ഓഫ് ടി എന്ത് തന്നെയായിരിക്കണം? ആ പോയിന്റിൽ വെക്റ്റർ ഫീൽഡ് കറസ്പോണ്ട് വെക്റ്റർ ആയിരിക്കണം. നമുക്ക് ഈ പിക്ചറിൽ നിന്ന്, ഈ കാണുന്ന പിക്ചറിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ റൗണ്ടായി പോകുന്നത് വെക്റ്റർ ഫീൽഡ് വെക്റ്റേഴ്സാണ്. ഓട്ടോമാറ്റിക്കലി ആ വെക്റ്റേഴ്സ് തന്നെ വെലോസിറ്റി വെക്റ്റേഴ്സായിട്ട് വരുന്ന രീതിയിലാണ് അവിടെ ഒരു കർവ് അവർ വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഷേപ്പിലുള്ള കർവ് കണ്ടു. ഓക്കെ, ഈ കർവ്. പക്ഷേ ഈ കർവ് മൂവ് ചെയ്യണത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഞാൻ വരച്ചത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് കർവ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ വെലോസിറ്റി വെക്റ്റർ ഫീൽഡിലെ വെക്റ്റേഴ്സും ആ കർവിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി വെക്റ്റേഴ്സും കോയിൻസൈഡ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കർവിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റഗ്രൽ കർവ് എന്ന് വിളിക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ വെക്റ്റർ ഫീൽഡിൽ നമുക്ക് ഇപ്പോൾ ഈ വെക്റ്റേഴ്സൊക്കെ വെലോസിറ്റി വെക്റ്റേഴ്സായിട്ട് വരുന്ന രീതിയിൽ എത്ര പാരാമീറ്ററൈസ് കർവ് നമുക്ക് വരയ്ക്കാൻ പറ്റും? അത് ഒരു വെക്റ്റർ ഫീൽഡിൽ ഒരു ഇൻ്റഗ്രൽ കർവ്, ഒരു വെക്റ്റർ ഫീൽഡിൽ എത്ര ഇൻ്റഗ്രൽ കർവ് നമുക്ക് വരയ്ക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ആ വെക്റ്റേഴ്സ് ഇപ്പോൾ മാക്സിമലായിട്ട് അല്ലേ, എല്ലാം ഒരു വെക്റ്റേഴ്സൊക്കെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ നിൽക്കുവാണല്ലോ. അപ്പോൾ നമുക്ക് ഈ എല്ലാ വെക്റ്റേഴ്സും അതിൻ്റെ എല്ലാ വെക്റ്റേഴ്സും ഒരു കർവിൻ്റെ വെലോസിറ്റി വെക്റ്റേഴ്സായിട്ട് കോയിൻസൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് എത്ര ഇൻ്റഗ്രൽ കർവ് വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, അത് യുണീക്ക് ആയിരിക്കും. കാരണം ഓട്ടോമാറ്റിക്കലി വെക്റ്റർ ഫീൽഡിൽ വെക്റ്റേഴ്സൊക്കെ ഫിക്സ്ഡ് ആണ്, അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഇനി ആ വെക്റ്റേഴ്സൊക്കെ വെലോസിറ്റി വെക്റ്റേഴ്സായിട്ട് വരുന്ന രീതിയിൽ ഒരു കർവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കർവേ ഉണ്ടാവുള്ളൂ. അത് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ കർവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഈ കർവ് ഇപ്പോൾ നമുക്ക് ഇത്ര വരച്ച് അവസാനിപ്പിച്ചാൽ അത് ഒരു ഇൻ്റഗ്രൽ കർവാണ്. അതേ കർവ് തന്നെ കുറച്ചുകൂടെ കൂടി വരച്ചാൽ വേറെ കർവാണ് പേര് കൊണ്ട്, പക്ഷേ അത് മറ്റതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആദ്യം വരച്ചത് ഇപ്പോൾ ഈ കാണുന്ന, ഇപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന ഈ കർവ് ഒരു പക്ഷേ ഒരു ആൽഫ 1 ആണെന്ന് വിചാരിക്കുക. ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെലിൽ നിന്ന് ഈ എക്സ് എന്ന് പറഞ്ഞ വെക്റ്റർ ഫീൽഡിലേക്കുള്ള ഒരു കർവാണ് ആൽഫ വിചാരിക്കും. ആൽഫ 1 ഒരു ഇൻ്റഗ്രൽ കർവ് ആണെന്ന് വിചാരിക്കും ഇപ്പോൾ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതേ കർവിൻ്റെ കുറച്ചൊരു എക്സ്റ്റൻഷൻ എടുത്താൽ കർവ് മാറിയിട്ടുണ്ട്, കണ്ടോ? കർവ് മാറി. അപ്പോൾ ഇതൊരു ആൽഫ 2 എന്നുള്ള കർവായിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റർവൽ ഒരു പക്ഷേ I2-ൽ നിന്ന്, നേരത്തെ I1 ആണെങ്കിൽ I2-ൽ വെക്റ്റർ ഫീൽഡിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, I2-ൽ നിന്ന് എക്സിലേക്കാണ് ആ കർവ് വരുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കർവ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കോടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആദ്യത്തെ കർവ് രണ്ടാമത്തെ കർവിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫ 1 ഓഫ് ടി ആക്ച്വലി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആൽഫ 2 ഓഫ് ടി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ I1 എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഡൊമെയിൻ ആക്ച്വലി എവിടെയാണ്? I2-ൽ കണ്ടെയ്ൻഡാണ്. കാരണം I1-ൽ നമുക്ക് പകുതി ഭാഗം ഉണ്ടായിരുന്നു, I2 കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവൾ കുറച്ചുകൂടെ അത് വലുതാക്കിയെടുത്തു. അല്ലെങ്കിൽ I2-ലുള്ള ആൽഫ 2-ൻ്റെ റെസ്ട്രിക്ഷൻ ആണ് I1-ലുള്ള ആൽഫ 1 എന്ന് പറയാം. അപ്പോൾ I1 വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ I2 എന്ന് പറയാം. മാത്രമല്ല I1 ഇൻ്റർസെക്ഷൻ I2-നെ സംബന്ധിച്ചെടുത്ത് പറഞ്ഞാലോ, രണ്ട് ഇൻ്റർവൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഭാഗത്ത് ആൽഫ 1-ഉം ആൽഫ 2-ഉം രണ്ടും സെയിം ആയിരിക്കും അല്ലേ? കോമൺ ആയിട്ട് ഭാഗം എന്ന് പറഞ്ഞാൽ I1 ആണ്. ആലോചിച്ച് നോക്കണേ, ഇവിടെ ആൽഫ 1 എന്ന് പറഞ്ഞാൽ ആൽഫ 2-ൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആദ്യം വരച്ച ഭാഗങ്ങളാണ് ഇതുവരെയുള്ള ഭാഗം, തുടക്കം മുതൽ ഇതുവരെയാണ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ. ബാക്കി ആൽഫ 2 ആണ്. അപ്പോൾ ആൽഫ 1 ആൽഫ 2-ൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആൽഫ 1-ൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആൽഫ 2-ൻ്റെ ഡൊമെയിൻ്റെ അകത്ത് കിടക്കും. എന്ന് പറഞ്ഞാൽ ഈ I1 എന്ന് പറഞ്ഞ ഭാഗത്ത്, അതാണല്ലോ I1 ഇൻ്റർസെക്ഷൻ I2, ഈ ഭാഗത്ത് ആൽഫ 1-ഉം ആൽഫ 2-ഉം സെയിം തന്നെയാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡിൽ ഇൻ്റഗ്രൽ കർവ് ആക്ച്വലി എല്ലാം മാക്സിമലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എത്ര ഉണ്ടാവുള്ളൂ? ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഇനി വേറെ ഒരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ആദ്യം വരച്ചതിൻ്റെ ഒരു ഭാഗമായിരിക്കും, അതിനെ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു തിയറമാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. തിയറം നോക്കൂ. സോ ലെറ്റ് എക്സ് ബി എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ്. ഇനി നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന എല്ലാ വെക്റ്റർ ഫീൽഡ്സും സ്മൂത്ത് വെക്റ്റർ ഫീൽഡ്സ് ആവും എന്നുള്ള കാര്യം ആദ്യം പറയണം. എന്താണ് സ്മൂത്ത് വെക്റ്റർ ഫീൽഡ്? വെക്റ്റർ ഫീൽഡ് നമ്മളൊരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞായിരുന്നു. എവിടെ നിന്ന്? R1+1 സബ്സെറ്റായി യുവിൽ നിന്ന് ഉള്ള
വെക്റ്റർ ഫീൽഡ് അല്ലേ? അത് നമ്മളൊരു സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആ ഒരു ഫംഗ്ഷനാണ്, Rn+1ലേക്കുള്ള ഫംഗ്ഷനാണ്. എല്ലാ കോർഡിനേറ്റ്സും എന്തായിരിക്കണം? എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യണം, എല്ലാം കണ്ടിന്യൂസ് ആവുകയും ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡാണ്. ഓൺ ആൻ ഓപ്പൺ സെറ്റ് യു കണ്ടെയ്ൻ Rn+1 ആൻഡ് പി ഈസ് എ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ നമുക്കൊരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്പേസ് ഉണ്ട്, എല്ലാ പോയിന്റിലും നമുക്ക് എന്തുണ്ട്? ഓരോ വെക്ടേഴ്സ് ഉണ്ട്. അതൊരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡാണ്. ഓക്കെ, ആ വെക്റ്റർ ഫീൽഡിലൊരു പോയിൻ്റാണ് യു. പി എന്നുള്ളത് യു എന്ന് പറഞ്ഞൊരു പോയിൻറ്റ്, യുവിലൊരു പോയിൻ്റാണ് പി. പി ഈസ് എ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെയാണെങ്കിൽ എന്താ കാണിക്കേണ്ടത്? ദെൻ ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് 0. ഓ അല്ല, അത് 0 ആണ് കേട്ടോ. ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് 0 ആൻഡ് എൻ ഇൻ്റഗ്രൽ കർവ് ആൽഫ ഫ്രം ഐ ടു യു ഓഫ് എക്സ് സച്ച് ദാറ്റ് ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി. And if beta from I to u is any other integral curve of x with beta of 0 equal to p, then I tilde is contained in I and beta of t equal to alpha of t for every t belong to I tilde. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഇത് ഐ ടിൽട്ടയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് ഐ ടിൽട്ടയാണ്, ഐ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ എക്സ് ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺ യു എന്നുള്ള സെറ്റിൽ. അപ്പോൾ യു എന്നുള്ള പോയിൻ്റ് എല്ലാ പോയിൻറ്റിലും നമുക്ക് ഒരു വെക്റ്റേഴ്സ് കിട്ടും. ഓക്കെ, പി യുടെ ഒരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഓപ്പൺ ഇൻ്റർവലിൻ്റെ എക്സിസ്റ്റൻസ് കാണിക്കണം. 0നെ കണ്ടെയ്ൻ ചെയ്യുന്നതായിരിക്കണം ആ ഓപ്പൺ ഇൻ്റർവൽ. മാത്രമല്ല ഒരു ഇൻ്റഗ്രൽ കർവ് ആൽഫയും നമുക്ക് ഉണ്ടാവണം ഈ ഐയിൽ നിന്ന് യുവിലേക്ക്, സച്ച് ദാറ്റ് ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി ആവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിക്കേണ്ട കാര്യങ്ങൾ വളരെ നിസ്സാരമാണ്. നോക്കൂ, ഇതൊരു യു ആണെന്ന് ചെയ്യുക, Rn+1 സബ്സെറ്റ് വിചാരിക്കുക. ഇത് വെക്റ്റർ ഫീൽഡാണ്. ഇതിനകത്തുള്ള എല്ലാ പോയിൻറ്റിലും നമുക്ക് എന്തുണ്ട്? എല്ലാ പോയിൻറ്റിലും വെക്റ്റേഴ്സ് നമുക്ക് കിടക്കുവാണ്. ഇങ്ങനെയുള്ള വെക്റ്റർ ഫീൽഡിൽ ഒരു പോയിൻ്റാണ് നമുക്ക് ആര്? യു എന്ന് പി എന്ന് പറയുന്നത്. നമുക്ക് കാണിക്കേണ്ടത് ഒരു ഇൻ്റർവൽ ഐ ഉണ്ടെന്ന് കാണിക്കണം. ഐ ഈസ് എൻ ഇൻ്റർവൽ. മാത്രമല്ല അത് 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവൽ ആയിരിക്കണം. മാത്രമല്ല ഈ ഇൻ്റർവൽ ഐയിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ആൽഫ ഉണ്ടായിരിക്കണം. അപ്പോൾ ആൽഫ ഓഫ് ടി നമുക്ക് എന്ത് തരും? ആൽഫ ഓഫ് ടി നമുക്ക് തരാൻ പോകുന്നത് എന്താ? അതൊരു കർവ് തരും. വിൽ ഗെറ്റ് സം കർവ്. എവിടെ? ഈ വെക്റ്റർ ഫീൽഡിൽ. വെക്റ്റർ ഫീൽഡിലൊരു കർവാണ് നമുക്ക്. അപ്പോൾ ഈ കാണുന്ന നമ്മൾ വരച്ചതാണ് നമ്മുടെ എന്ത്? ഈ കാണുന്ന നമ്മൾ വരച്ചതാണ് നമ്മുടെ ഇൻ്റഗ്രൽ കർവ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റർവൽ കർവ് ആണെന്ന് നമുക്ക്. അപ്പോൾ ഐ ഒരു ഇൻ്റർവൽ ഉണ്ടാവണം. ഇൻ്റർവൽ 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവൽ ആവണം. ഇനി ആ ഇൻ്റർവലിൻ്റെ അകത്തിൽ നിന്ന് ഈ വെക്റ്റർ ഫീൽഡിലേക്ക് ഒരു ഇൻ്റഗ്രൽ കർവ് എക്സിസ്റ്റ് ചെയ്യണം, സച്ച് ദാറ്റ് ഈ 0 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം ആര്? ആൽഫ ഓഫ് 0 ആയിരിക്കണം ആര്? പി എന്ന് പറഞ്ഞ നമ്മൾ ആദ്യം എടുത്ത പോയിൻറ്റ്. ഇത്രയും കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രൽ കർവ് ഐ 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവലിൽ നിന്ന് ഈ ഒരു വെക്റ്റർ ഫീൽഡിലേക്ക് ഉണ്ടെന്ന് കാണിക്കണം. മാത്രമല്ല ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഇൻ്റഗ്രൽ കർവ് ബീറ്റ, അത് ബീറ്റയെ ഡിഫൈൻ ചെയ്യുന്നത് ഐ ടിൽട്ടയിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഐ ടിൽട്ടയിൽ നിന്ന് അത് വേറൊരു ഇൻ്റർവൽ. ഓക്കെ, ഒരു ഇൻ്റർവലിൽ നിന്നാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ വെക്റ്റർ ഫീൽഡിലേക്ക് വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്താ കാണിക്കണ്ടേ? ഇത് ബീറ്റ ഓഫ് 0 പി ആയിട്ട് വരുന്ന രീതിയിൽ വേറെ ഇൻ്റഗ്രൽ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഈ ഐ ടിൽട്ട ബീറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഐ ടിൽട്ട ഐയുടെ അകത്ത് ഇങ്ങനത്തെ ഒരു ഭാഗമായിരിക്കും. ഐയുടെ അകത്ത് 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു സെഗ്മെൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് കാണിക്കണം. അത് ഐ ടിൽട്ട ഐയിലുണ്ടെന്ന് പറയണം. മാത്രമല്ല ഈ കോമൺ ആയിട്ടുള്ള ഭാഗത്ത് ഐ ടിൽട്ട ഐയിലുണ്ടെങ്കിൽ ഐ ടിൽട്ടയും ഐയുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ടിൽട്ട ആയിരിക്കുമല്ലോ. അപ്പോൾ ഐ ടിൽട്ട എന്ന ഈ ചെറിയ ഇൻ്റർവെല്ലിൽ ആൽഫ ഓഫ് ടിയും ബീറ്റ ഓഫ് ടി എന്തായിരിക്കണം? സെയിം ആണെന്നും കാണിക്കണം. ഇതാണ് നമുക്കവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇതൊരു അത്ര ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൂഫാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇൻ്റഗ്രൽ കർവിൻ്റെ കണ്ടീഷൻ മാത്രം ഒന്ന് വൃത്തിയായിട്ട് പരത്തി എഴുതി നോക്കുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ള ഒരു തിയറം നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു കാണും. ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്യുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ പ്രൂഫുകളൊന്നും നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ജസ്റ്റ് എൻ്റെ റിമാർക്ക് നോക്കി പോവാം. ദ ഇൻ്റഗ്രൽ കർവ് ആൽഫ ഈസ് കോൾഡ് ദ മാക്സിമൽ ഇൻ്റഗ്രൽ കർവ് ഓഫ് എക്സ് ത്രൂ പി ഓർ സിംപ്ലി ദ ഇൻ്റഗ്രൽ കർവ് ഓഫ് എക്സ് ത്രൂ പി. അപ്പോൾ നമ്മൾ ആദ്യം
ആണ് ഇത് പറഞ്ഞത്. എന്താ എക്സിസ്റ്റ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് 0 അങ്ങനെ ഇൻ്റഗ്രൽ കർവ് ആൽഫ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞ ആൽഫ നമ്മൾ ഒരു പോയിൻ്റ് പി എടുത്ത് ആ പോയിൻ്റ് പിയിലൂടെ പോയിൻ്റ് പി സീറോൻ്റെ ഇമേജ് ആയിട്ട് വരുന്ന രീതിയിൽ ഇൻ്റഗ്രൽ കർവ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. ആ ഇൻ്റഗ്രൽ കർവിൻ്റെ ഇവിടുത്തെ പ്രത്യേകത ആ വെക്റ്റർ ഫീൽഡിൽ ആ പോയിൻ്റിലൂടെ പോകുന്ന ഏറ്റവും വലിയ ഇൻ്റഗ്രൽ കർവാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റിലൂടെ ഇനി പോകുന്ന രീതിയിൽ അത് ആൽഫ സീറോയിൽ ഇമേജ് ആ പോയിൻ്റ് ആവുന്ന രീതിയിൽ വേറെ ഒരു ഇൻ്റഗ്രൽ കർവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻ്റഗ്രൽ കർവാണ് ആര് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആൽഫ. ഇനിയൊരു ഇൻ്റഗ്രൽ കർവ് ഈ കണ്ടീഷൻ വെച്ച് ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ആദ്യം വരച്ച ആൽഫയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ മാക്സിമൽ ഇൻ്റഗ്രൽ കർവാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അത് മനസ്സിലാക്കുക കേട്ടോ. സോ പ്രൂഫ് നോക്കൂ. So this theorem is a reformulation of the fundamental theorem for existence and uniqueness theorem. The fundamental existence and uniqueness theorem for solution of the system of first order differential equations. ഒരു system of first order differential equationsൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ ഒരു റീഫോർമുലേഷനായിട്ടാണ് ഇത് കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. സോ X being a smooth vector field on U has the form of vector field ആണെങ്കിൽ എന്തായിരിക്കും വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തരാം, അതൊരു ഫംഗ്ഷനാണെന്ന് അറിയാം. ഏതൊരു പോയിന്റ് പി എടുത്താലും ആ പോയിന്റ് നമുക്ക് എന്തുണ്ടാവും, ഒരു വെക്റ്റർ കിട്ടും. ഇത് Rn+1 കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു വെക്റ്റർ നമുക്ക് എന്താവും, n+1 കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നോക്കൂ, എക്സ് ഓഫ് പി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് പി എന്നുള്ളത് ഇവിടെ പി എന്നുള്ള പോയിന്റിലാണ് കിടക്കുന്നത്. പി എന്നുള്ള പോയിന്റിൽ വെക്റ്റർ, ആ വെക്റ്റർ ഏതാ, x1 x2 etc xn+1 of p. Okay, so being a smooth vector, it has a form x of p equal to p comma x1p etc xn+1 of p. Now where xi ഒക്കെ എന്താണ്, യുവിൽ നിന്ന് ആറിലേക്കാണ്, യുവിൽ നിന്ന് Rn+1ലേക്കാണല്ലോ ഫംഗ്ഷൻ പോണേ. അപ്പോൾ ഓരോ കോർഡിനേറ്റ് വൈസ് നോക്കുമ്പോൾ ഈ എക്സ് ഐസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു ആർ. അതൊക്കെ എന്താണ്, സ്മൂത്താണ്. എല്ലാ കോർഡിനേറ്റ് സ്മൂത്ത് ആയാലാണ് എന്ത് സ്മൂത്ത് ആവുള്ളൂ, വെക്റ്റർ ഫീൽഡ് സ്മൂത്ത് ആവുള്ളൂ. അടുത്ത് പാരാമെട്രൈസ് കർവ് ആൽഫ ഫ്രം ഐ ടു Rn+1 ഹാസ് ദ ഫോം. എന്താണ് ഒരു പാരാമെട്രൈസ് കർവിൻ്റെ ഫോം? ആൽഫ ഓഫ് ടി, ആൽഫ ഐയിൽ നിന്ന് Rn+1ലേക്കാണ് പോണേ. ഐ എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ലാണ്. Rn+1ന് n+1 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൽ നിന്ന് ഒരു ടി എന്നൊരു വാല്യൂ എടുത്ത് പോയിന്റ് ടി എടുത്താൽ ആൽഫ ഓഫ് ടി എവിടെ പോകണം, Rn+1ലാവണം. Rn+1ലെ പോയിന്റ് ആവണം ആൽഫ ഓഫ് ടി എങ്കിൽ ആൽഫ ഓഫ് ടിക്ക് n+1 കോർഡിനേറ്റ്സ് വേണം. ആ n+1 കോർഡിനേറ്റ്സ് x1 ഓഫ് ടി, x2 ഓഫ് ടി എക്സെട്ര xn+1 ഓഫ് ടി. ആദ്യം വെക്റ്റർ ഫീൽഡിനെടുത്ത് എക്സ് ക്യാപിറ്റൽ എക്സും നമ്മൾ ഇവിടെ പാരാമെട്രൈസ് കർവിനെടുത്തത് സ്മോൾ എക്സും ആണെന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. So the parameterized curve alpha from I to Rn+1 has the form alpha of t is equal to x1 of t etc xn+1 of t, where each xi from I to R is a smooth function on I. ഓരോ കോർഡിനേറ്റേഴ്സും നോക്കുമ്പോൾ ഐയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആവും, എല്ലാം സ്മൂത്ത് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഓഫ് ടിയുടെ നമ്മൾ ഇൻ്റഗ്രൽ കർവിനെ പറ്റി പറഞ്ഞു. അപ്പോൾ എന്താ ഇൻ്റഗ്രൽ കർവ് വരണേ, ഇൻ്റഗ്രൽ കർവ് വരണമെങ്കിൽ എന്താ വേണ്ടേ, നമ്മുടെ വെലോസിറ്റി വെക്ടറും നമ്മുടെ വെക്റ്റർ ഫീൽഡിലെ വെക്ടർ നമുക്ക് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ ആൽഫ ഓഫ് ടി കിട്ടി, അതിൻ്റെ വെലോസിറ്റി വെക്ടർ ആൽഫ ഡോട്ട് ഓഫ് ടി നോക്കുക. എന്താണ് ആൽഫ ഡോട്ട് ഓഫ് ടി വരുന്നത്? ഇത് ആൽഫ ഡോട്ട് ഓഫ് ടി എവിടെയാണ്, ഏത് പോയിന്റിൽ ആക്ട് ചെയ്യുക, ആൽഫ ഓഫ് ടി എന്ന പോയിന്റിലാണ് അല്ലേ നമ്മൾ അങ്ങനെയല്ലേ കർവ് വരച്ചേ. അത് മനസ്സിലായോ? ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, ഇത് ടി എന്നുള്ള പോയിന്റിൻ്റെ ഇമേജ് ആൽഫ ഓഫ് ടി ആണെങ്കിൽ, ടി എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൻ്റെ ഒരു, ഇതാണ് ഐ എന്നുള്ള ഇൻ്റർവെല്ല്, ടി എന്നുള്ള പോയിൻ്റാണ്, ഇവിടെ നിന്നാണ് ആൽഫ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടി എന്നുള്ള പോയിന്റിൽ ഇമേജ് എന്താ, ആൽഫ ഓഫ് ടി ആണ്. ആൽഫ ഓഫ് ടിയിലെ വെലോസിറ്റി വെക്ടറാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ആര്, ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. സോ എന്താണ് ആൽഫ ഡോട്ട് ഓഫ് ടി? ആൽഫ ഡോട്ട് ഓഫ് ടി ഏത് പോയിന്റിലായിരിക്കും, ആൽഫ ഓഫ് ടിയിലായിരിക്കും. അതെങ്ങനെയാണ് കിടക്കുന്നുണ്ടാവുക, നേരത്തെ പറഞ്ഞ എല്ലാ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം വരും കോർഡിനേറ്റ് വൈസ്. ആൽഫ ഓഫ് ടിക്ക് ഏതാണ്, x1 ഓഫ് ടി എക്സ് xn+1 ഓഫ് ടി ആണെങ്കിൽ അവിടെ ആൽഫ ഡോട്ട് ഓഫ് ടി എന്ത് വരും, dx1 ഓഫ് ടി ബൈ ഡി ടി, dx2 ഓഫ് ടി ബൈ ഡി ടി എക്സെട്ര dxn+1 ഓഫ് dxn+1 of t by dt മാറും alpha dot of t. The requirement that alpha be an integral curve of x, alpha integral curve എന്ന് പറഞ്ഞാൽ എന്താ വരണം, alpha dot of t x of alpha of t സെയിം ആവണം അല്ലേ. ഒരു പോയിന്റിലെ കർവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് ആൽഫ ഡോട്ട് ഓഫ് ടി ഏത് പോയിന്റിൽ, ആൽഫ ഓഫ് ടിയിൽ. എന്നാൽ ആൽഫ ഓഫ് ടി എന്നുള്ള പോയിന്റിൽ നമ്മുടെ വെക്റ്റർ ഫീൽഡിലെ വെക്ടറും സെയിം ആവണം. അപ്പോൾ എന്താണ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി വെക്ടർ വരിക, എക്സ് ഓഫ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ വെക്ടർ ഏതാണ്, വെക്ടർ ഫീൽഡിൽ വെക്ടർ ഏതാണ്, x1 ഓഫ് എക്സ് xn+1 ഓഫ് പി ആണ്. അപ്പോൾ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്താ വരിക, ആൽഫ ഓഫ് ടി കോമ x1 ഓഫ് ആൽഫ ഓഫ് ടി എക്സെട്ര xn+1 ഓഫ് ആൽഫ ഓഫ് ടി. അതാണ് അവരിവിടെ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ,
ആൽഫ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ആൽഫ ഓഫ് ടി, ഓർ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ, ആൽഫ ഓഫ് ടി കോമ, കാരണം എന്താ ഇങ്ങനെയല്ലേ, എക്സ് ഓഫ് പി എന്ന് പി കോമയാണല്ലോ. സോ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി മീൻസ് ആൽഫ ഓഫ് ടി കോമ വരും, പിക്ക് പകരം ആൽഫ ഓഫ് ടി കൊടുത്താൽ മതി കേട്ടോ ഈ ഇക്വേഷനിൽ. സോ വിൽ ഗെറ്റ് ദസ്. സോ ആൽഫ ഓഫ് ടി കോമ എക്സ് വൺ ഓഫ് ആൽഫ ഓഫ് ടി എക്സ് ടു ഓഫ് ആൽഫ ഓഫ് എക്സ് എക്സ് എൻ പ്ലസ് വൺ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, അതായത് അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നോക്കിയേ, ആൽഫ ഡോട്ട് ഓഫ് ടി നമ്മൾ ഇത് രണ്ടും ഏതൊക്കെ, ഈ കാണുന്നതും ഇവിടെ കാണുന്നതും രണ്ടും സെയിം ആവണം. അപ്പോൾ കോർഡിനേറ്റ് വൈസ് സെയിം ആവേണ്ട. ആൽഫ ഓഫ് ടി ഉണ്ട് ഇവിടെ, ആൽഫ ഓഫ് ടി എന്നുള്ള പോയിന്റിൽ, ഇവിടെ ആൽഫ ഓഫ് ടി പോയിന്റിൽ. ഡി എക്സ് വൺ ഓഫ് ഡി ടി എന്താവണം, എക്സ് വൺ ഓഫ് അല്ലേ, എക്സ് വൺ ഓഫ് ആൽഫ ഓഫ് ടി ആവണം. ഡി എക്സ് ടു ഓഫ് ഡി ടി എന്താവണം, എക്സ് ടു ഓഫ് ആൽഫ ഓഫ് ടി ആവണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ആവശ്യം. കോർഡിനേറ്റ് വൈസ് സെയിം ആവണമല്ലോ, അതാണ് അടുത്ത പേജിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഡി എക്സ് വൺ ബൈ ഡി ടി എന്താവണം, എക്സ് വൺ ഓഫ് ആൽഫ ഓഫ് ടി ആവണം. ഇനി എന്താണ് ആൽഫ ഓഫ് ടി? ആൽഫ ഓഫ് ടി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് മനസ്സിലാവും. എക്സ് വൺ ഓഫ് ഉണ്ടോ, എക്സ് വൺ ഓഫ് ടി എക്സ് എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി എന്ന് കണ്ടോ. ഇനി അത് ആൽഫ ഓഫ് ടിക്ക് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്കിങ്ങനെ കിട്ടും, ഡി എക്സ് വൺ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് ക്യാപിറ്റൽ എക്സ് വൺ ഓഫ് സ്മോൾ എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എക്സ് എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി. ഡി എക്സ് ടു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ടു ഓഫ് എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എക്സ് എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി. അങ്ങനെ വന്ന് ഡി എക്സ് എൻ പ്ലസ് വൺ ബൈ ഡി എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി. നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയി. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഇത് എത്ര ഇക്വേഷൻസ് ഉണ്ട്? ഡി എക്സ് വൺ ഓഫ് ടി ആണ് എൽ എച്ച് എസിൽ, ഇവിടെ ഡി എക്സ് എൻ പ്ലസ് ആണ്. മൊത്തം N+1 ഇക്വേഷൻസ് ഉണ്ട്. എല്ലാ ഇക്വേഷൻസും ഫസ്റ്റ് ഓർഡറാണ്, കാരണം ഡി എക്സ് എൻ ബൈ ഡി ടി ഒക്കെ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എത്ര വേരിയബിൾസ് ഉണ്ട്? വേരിയബിൾസ് ഇപ്പുറത്ത് ആർ എച്ച് എസിലേക്കാണ് എക്സ് വൺ ഓഫ് ടി മുതൽ എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി വരെ. അപ്പോൾ നമുക്കതൊരു N+1 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ N+1 അൺനോൺസ്, 2 equations in 2 unknowns, 3 equations in 3 unknowns എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഒരു യൂണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. സോ ബൈ ദ എക്സിസ്റ്റൻസ് തിയറം ഫോർ ദ സൊല്യൂഷൻ ഓഫ് സച്ച് ഇക്വേഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെന്തുണ്ട്, സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവാമെന്നും ആ തിയറത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, there exists an open interval I1 about 0 and a set xi x1 x2 x3 xn plus 1 നടത്തിട്ട് xi for I equal to 1 to n plus 1 from I1 to R no smooth function satisfying this system subject to initial conditions. എന്താ ഇനീഷ്യൽ കണ്ടീഷൻ വരേണ്ടത്? എല്ലാ പോയിന്റും 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, xi ഓഫ് 0 എന്ത് കിട്ടണം, pi കിട്ടണം. കാരണം നമുക്ക് ആൽഫ ഡോട്ട് ഓഫ് ടി നമുക്ക് എന്താവണം, ആൽഫ ഡോട്ട് ഓഫ് 0 ആൽഫ ഓഫ് 0 എന്താവണം, പി ആവണമല്ലോ. അതാണ് നമുക്കിവിടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതാണ് ഇവർ പറഞ്ഞേക്കുന്നത്, സബ്ജക്ട് ടു ദ കണ്ടീഷൻസ് xi of 0 equal to pi for I equal to 1 to n plus 1 where p equal to p1 p2 etc pn plus 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഏത്, ഇങ്ങനെ ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ടാവും, ഒരു ഐ എന്ന് പേരുള്ള ഒരു ഇൻ്റർവൽ ഉണ്ടാവും. അത് 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവൽ ആയിരിക്കും. ആ ഇൻ്റർവലിൽ നിന്ന് ഈ വെക്ടർ ഫീൽഡിലേക്ക് നമുക്ക് എന്തുണ്ടാവും, ഒരു ഇൻ്റർവലിൽ നിന്ന് വെക്ടർ ഫീൽഡിലേക്ക് നമുക്കൊരു കർവ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഒരു കർവ് നമുക്ക് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മനസ്സിലായി. ഓക്കെ, ആ കർവിൻ്റെ പ്രത്യേകത എന്താ, അത് മാക്സിമൽ ഇൻ്റർവൽ കർവ് ആയിരിക്കും. അത് 0 നിന്നുള്ള ആൽഫ ഓഫ് 0 ഉറപ്പായിട്ട് എന്തായിരിക്കും, പി ആയിരിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഒക്കെ വരുന്ന ആ തിയറത്തിൻ്റെ റിസൾട്ട് എന്നാണ് കേട്ടോ. ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. N+1 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇൻ N+1 അൺനോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ദ എക്സിസ്റ്റൻസ് and uniqueness of solution of such a system there exists an interval I containing 0 I1 containing 0 and a set xi from I to I1 to R of smooth function satisfying the system. This system subject to initial conditions xi of 0 equal to pi. അതായത് നമ്മുടെ ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി വരുന്ന രീതിയിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി setting beta of t is equal to x1 x2 etc xn plus 1 of t for this choice of functions is integral curve. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഒരു ബീറ്റ ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ആൽഫ കിട്ടിയിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ മാക്സിമം ഇൻ്റഗ്രൽ കർവാണ്. ഇനി ബീറ്റ ഉണ്ടെന്ന് വിചാരിക്കും, ഇതേ കണ്ടീഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന പോലെ വേറെ ബീറ്റ ഉണ്ടെന്ന് വിചാരിക്കും. വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം ഐ ടിൽറ്റ ആണ് കേട്ടോ. അത് I1 എഴുതിയിട്ടെങ്കിൽ ഐ ടിൽറ്റ എഴുതിയാൽ മതി, കാരണം അങ്ങനെയാണല്ലോ നമ്മൾ തീരത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓഫ് എക്സ് വിത്ത് ബീറ്റ 1 ഓഫ് 0 ഈക്വൽ ടു പി. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്ത് കിട്ടും, ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും.
അല്ലേ, n+1 വേരിയബിൾസിൽ എല്ലാം കിട്ടും. അപ്പോൾ അതിന് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ സൊല്യൂഷൻ വരുന്ന ഇൻ്റർവലിൽ ഇവിടെ I2 ആണ് പറഞ്ഞതെങ്കിൽ ആ I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, I1ൻ്റെ സബ്സെറ്റ് ആയിരിക്കും. So by the uniqueness theorem for the solution of first order differential equation, if xi tilde I2 to r is another set of functions satisfying the system together with the initial conditions xi of tilde 0 equal to pi, then xi of tilde t is equal to xi of t for every t belong to i ഉണ്ട്. രണ്ടും കൂടി കോമൺ ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ രണ്ടും സെയിം ആവാനേ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസാണ് വരുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, if β2 from I2 to u is another integral curve of x with β of 2 of 0 equal to p, then β1 of t equal to β2 of t for every t belong to i1 decision dt. വേറൊരു കർവ് β2 ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും, ഈ പറഞ്ഞ കർവിൻ്റെ വേറൊരു ചെറിയ സെഗ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. സോ ഇറ്റ് ഫോളോസ് ഫ്രം ദിസ് ഫാക്ട് ദാറ്റ് ദർ ഇസ് എ യുണീക്ക് മാക്സിമൽ ഇൻ്റഗ്രൽ കർവ് ഓഫ് എക്സ് വിത്ത് ആൽഫ ഓഫ് 0 equal to p. Its domain is the union of the domains of all integral curves of x which map 0 to p. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ പറഞ്ഞാൽ എന്താ, 0നെ പിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ ഇൻ്റഗ്രൽ കർവും കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ പിക്ചറിൽ ആ വലിയ കർവിനെ കുറേ കഷ്ണങ്ങളായിട്ട് വരുന്നതാണല്ലോ ഈ. അത് ഞാൻ പറഞ്ഞ് മനസ്സിലായോ എന്ന് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാൻ ശ്രമിക്കട്ടെ. ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് പി ഉള്ളത്. അപ്പോൾ ഈ പോയിൻ്റ് പി ആൽഫ, സപ്പോസ് β1 ഉണ്ട് വിചാരിക്കും, സച്ച് ആസ് β1 ഓഫ് 0 ഈക്വൽ ടു പി ആവുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് β1. ഇനി വേറൊരു β2 ഉണ്ട് വിചാരിക്കും, β2 ഓഫ് 0 ഈക്വൽ ടു പി. അപ്പോൾ ചിലപ്പോൾ ഇതേ കർവ് തന്നെ ഒന്നിങ്ങനെ നീട്ടി വരച്ചതായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം വരില്ല എന്നാണ് പറയുന്നത്, ബിക്കോസ് ഇത് ഇൻ്റഗ്രൽ കർവാണ്. സോ ഇവിടുത്തെ വെക്ടേഴ്സൊക്കെ എന്താണ്, ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വെലോസിറ്റി വെക്ടറായിട്ട് കോയിൻസൈഡ്, അങ്ങനെ ഒരെണ്ണേ വരയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നേരത്തെ വരച്ച് ഒന്നുകൂടെ വലുതാക്കി വെച്ചു. ഈ β3 ഉണ്ട് വിചാരിക്കും ഇതേ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണത്. അപ്പോൾ β3 ചിലപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകണ ഒരെണ്ണമായിരിക്കും. മറ്റൊന്നുകൂടെ വലുതാക്കി വെച്ചു. ഇങ്ങനെയുള്ള ഈ 0നെ പിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ കർവുകളുടെയും കറസ്പോണ്ടിങ് ഡൊമൈൻസ് ഒക്കെ ഉണ്ട് യൂണിയൻ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏറ്റവും വലിയ സംഭവം കിട്ടും. അതാണ് നമ്മൾ ശരിക്കും എന്തായിട്ട് വരണേ, അവിടെ മാക്സിമൽ ഇൻ്റഗ്രൽ കർവായിട്ട് നമ്മളവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ, ഫൈൻഡ് ആൻഡ് സ്കെച്ച് ദ ഗ്രേഡിയൻറ്റ് ഫീൽഡ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് കാണാനുള്ള പരിപാടിയാണ്. നമ്മൾ ഫോർമുല നമുക്കറിയാം, del f of p ആണ്, p, ഡോ എഫ് ബൈ ഡോ എക്സ് വൺ എക്സെട്ര ഡോ എഫ് ബൈ ഡോ എക്സ് എൻ പ്ലസ് 1 ആണ്. ആ ഫംഗ്ഷൻ അനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അത് കറക്റ്റ് കാണുന്ന പോലെ തന്നെ ചെയ്തോളൂ, വിരോധമുള്ള കാര്യമൊന്നുമില്ല. ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഫീൽഡ് വരയ്ക്കുകയും ചെയ്യുക. അതൊക്കെ തന്നെ ചെയ്യാവുന്ന കാര്യം കൂടി, ഞാൻ അധികം ഡീറ്റെയിൽഡ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ x1² + x2² ആണ്. അപ്പോൾ ഡോ ബൈ ഡോ x1 ഓഫ് എഫ് ഓഫ് പി എന്താ 2x1 വരും. ഡോ ബൈ ഡോ x2 ഓഫ് എഫ് ഓഫ് പി 2x2 വരും. അപ്പോൾ ഒരു പോയിൻ്റ് പി എടുത്താൽ അപ്പോൾ ഉണ്ടോ 1 ഒരു പോയിൻ്റ് എടുത്താൽ 2 ആണ് അടുത്ത ഇമേജ് വരുന്നുണ്ടാവുക. അങ്ങനെ പോവും കണ്ടോ, 1 എന്നുള്ള പോയിന്റിൽ വരച്ച ഇമേജ് 2 ആണ്. അപ്പോൾ അത് എവിടെ അവസാനിക്കും, ഈ പോയിന്റ് നോക്കൂ, 1 എന്നുള്ള പോയിന്റിൽ 2 ഇമേജ്, 1 2 അടിച്ചാൽ എവിടെ അവസാനിക്കും, 3 അവസാനിക്കും. കണ്ടോ, അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു 3-4 പോയിന്റിൽ എല്ലാ ആക്സിസ്, ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്, ഫോർത്ത് കോർഡിനേറ്റ്, എല്ലാ കോർഡിനേറ്റിലും 2 വെച്ച് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ഒരു സ്ഥലത്ത് മാത്രം വരച്ച് വയ്ക്കരുത്. വെക്ടർ ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ R2-ന് 4 കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, എല്ലാ കോർഡിനേറ്റിലും 2 വെച്ചെങ്കിലും വരച്ച് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരുപോലെ വരച്ച് വെച്ചത് കംപ്ലീറ്റ് ആയി. അതുപോലെ അടുത്തത് ഫൈൻഡ് ദി ഇന്റഗ്രൽ കർവ് ഓഫ് വെക്ടർ ഫീൽഡ് എക്സ് ഓഫ് പി. അപ്പോൾ ഇന്റഗ്രൽ കാണാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൽഫ ഓഫ് ടി ആണ് നമ്മുടെ ഇന്റഗ്രൽ കർവ് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, അതാണ് മറ്റേതായിട്ട് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടും. കണ്ടോ, ആൽഫ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി ഡി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി വന്നു. അത് ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി ഡി ബൈ ഡി ടി ഓഫ് x2 ഓഫ് ടി ആയി. ഇനി അത് വെക്ടർ ഫീൽഡിൻ്റെ വെക്ടറായിട്ട് കോയിൻസൈഡ് ചെയ്യണം. വെക്ടർ ഫീൽഡ് വെക്ടർ എന്താ, -x2 ഓഫ് ടി x1 ഓഫ് ടി ആണ്. അപ്പോൾ 1 and 2 ഇക്വേഷൻസിൽ നിന്ന് അതിനോട് സെയിം ആണെന്ന് കിട്ടും. കണ്ടോ, ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി ഈക്വൽ ടു -x2 ഓഫ് ടി, ഡി ബൈ ഡി ടി ഓഫ് x2 ഓഫ് ടി ഈസ് ഈക്വൽ ടു x1 ഓഫ് ടി കിട്ടും. ഇനി അത് ഇപ്പോൾ 2, 3 and 4 കിട്ടി. നമുക്കതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം, അത്രയേ ഉള്ളൂ. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, m = ± ആയി കിട്ടി. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനുള്ള C1 ഉം C2 കോൺസ്റ്റൻസ് എല്ലാം കിട്ടും. അങ്ങനെ നമുക്ക് കർവ് കിട്ടും. ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ ഫൈൻഡ് ദി ഇന്റഗ്രൽ കർവ് ഓഫ് ദ വെക്ടർ ഫീൽഡ് x2 x1. ഇതും അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ജസ്റ്റ് ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ദ കർവ്സ്. ഓക്കെ ഫൈൻ. ഓക്കെ, എങ്ങനെ വന്നു ഇനി ഏതാ അടുത്ത തിയറി പാർട്ട് നോക്കട്ടെ. സെക്കൻഡ് del f of p കാണാനാണ് പറയുന്നത്. അഗെയിൻ യു ക്യാൻ ഡു ദിസ്, നോ പ്രോബ്ലം.
നീഗിൻ്റെ എഫ് ഓഫ് പി കാണണം. ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കത് ഉപകാരപ്രദമായി വരുള്ളൂ. എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്, സോ കീപ് ഗോയിങ്. ഇതൊക്കെ ചെയ്ത് നോക്കണം. എല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, sketch the level set f inverse of 0. ഇതൊക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ 3-ലെ. ജസ്റ്റ് ഗോ ത്രൂ ദിസ് ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ ചെയ്യാം. ഓക്കെ, അഗെയിൻ യു ക്യാൻ ഗോ ത്രൂ ദിസ്. ഞാൻ ഒന്ന് സ്പീഡിൽ പോട്ടെ. ഇൻ്റഗ്രൽ കർവ് കാണാനുള്ള ഇക്വേഷൻസ് ആണ്. അതൊക്കെ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി നോക്കൂ, ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവാമെന്നാണ് പറയണത്. ജസ്റ്റ് വായിച്ചു നോക്കൂ. സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് എക്സ് ഓൺ ആൻ ഓപ്പൺ സെറ്റ് u ആണെന്ന് വിചാരിച്ചോളൂ. the set to be complete if for each p belong to u the maximal integral curve of x through p has domain r. ഓക്കെ, അപ്പോൾ ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് കംപ്ലീറ്റ് ആവണമെന്ന് പറയണമെങ്കിൽ ആ ഫീൽഡിലുള്ള മാക്സിമൽ ഇൻറ്റഗ്രൽ കർവ് നമുക്ക് ശരിക്കും എന്താ ഒരു ആൽഫ, ഒരു ഐ എന്നുള്ള ഇൻറ്റർവൽ ഉണ്ടാവുന്നല്ലേ പറയാം. ഇൻറ്റർവലിൽ നിന്നാണല്ലോ ആൽഫ വരാൻ പോണേ. ഈ ആൽഫയാണ് നമ്മൾ എന്ത് വിളിക്കണേ? കർവായിട്ട് വിളിക്കണം. കാരണം ഈ ആൽഫയുടെ വെലോസിറ്റി വെക്ടറും ആ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടർ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ഫീൽഡിലെ വെക്ടേഴ്സും എന്താവണം? കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻറ്റഗ്രൽ കർവ് എന്ന് വിളിക്കുക. നമുക്ക് കംപ്ലീറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഇൻറ്റഗ്രൽ കർവിൻ്റെ ഡൊമൈൻ എന്തായിരിക്കണം? എൻറ്റയർ റിയൽ ലൈൻ ആയിരിക്കണം. അതൊരു ചെറിയൊരു ഇൻറ്റർവൽ ആവരുത് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഒരു സ്മൂത്ത് വെക്ടർ ഫീൽഡിൽ ആ വെക്ടർ ഫീൽഡ് കംപ്ലീറ്റ് ആവണമെന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? അതിലുള്ള മാക്സിമൽ ഇൻറ്റഗ്രൽ കർവിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കണം? ആറായിരിക്കണം, എൻറ്റയർ റിയൽ ലൈൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് വെച്ച് ബാക്കിയെല്ലാം വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് യു ക്യാൻ ഡു ദിസ്. ഓക്കെ, ഇതൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. സോ നമ്മൾ അടുത്ത സെക്ഷനിൽ നമുക്ക് ചാപ്റ്റർ 3 ടാൻജൻറ്റ് സ്പേസ് ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.